എക്സ്റേയെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടാകുമോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാത്തവരും വളരെ വിരളമായിരിക്കും. കൈയൊടിഞ്ഞാലും നെഞ്ചിൽ പ്രശ്നമുണ്ടായാലും പല്ല് പരിശോധിക്കാനായാലും ആദ്യം ഡോക്ടർ പറയുന്നത് ഒരു എക്സ്റേ എടുക്കൂ എന്നാണ്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? വെളിച്ചത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്ത നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ എക്സ്റേ എങ്ങനെ നോക്കിക്കാണുന്നു? എന്താണ് യഥാർത്ഥത്തിൽ എക്സ്റേ? അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലുകൾ വെളുത്തും മാംസപേശികൾ ഇരുണ്ടും ചിത്രത്തിൽ കാണുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന ഒരു ഭൗതിക ശാസ്ത്രത്തിലാണ്. ഇന്ന് എക്സ്റേയുടെ ശാസ്ത്രം ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. നിങ്ങൾ കാണുന്നത് സയൻസ് കോർണർ. ശാസ്ത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ശാസ്ത്രം. ആ സങ്കീർണമായ ശാസ്ത്രത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. മനുഷ്യ പുരോഗതിയെ മാറ്റിമറിച്ച പല സുപ്രധാന കണ്ടെത്തലുകൾക്കും പിന്നിൽ അപ്രതീക്ഷിതമായ യാദൃശ്ചികതകളുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ ലാബിൽ അബദ്ധത്തിൽ വളർന്ന ഒരു പൂപ്പലിൽ നിന്നാണ് പെൻസിലിൻ എന്ന ആദ്യ ആന്റിബയോട്ടിക്കിന്റെ ജനനം. പെർസി സ്പെൻഡറിന്റെ പോക്കറ്റിലിരുന്ന ചോക്ലേറ്റ് ഒരു റഡാർ ഉപകരണത്തിനരികിൽ വെച്ചപ്പോൾ ഉരുകിയപ്പോഴാണ് മൈക്രോവേവ് ഓവന്റെ ആശയം ജനിച്ചത്. സ്പെൻസർ സിൽവർ വികസിപ്പിച്ച പശ വേണ്ടത്ര ശക്തമാകാതിരുന്നതിനാലാണ് പിന്നീട് ലോകമെമ്പാടും നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പോസ്റ്റ്-ഇറ്റ് നോട്ട്സ് ആയി മാറിയത്. ചാൾസ് ഗുഡിയറിന്റെ കയ്യിൽ നിന്നും റബ്ബറും സൾഫറും ചൂടുള്ള സ്റ്റൗവിലേക്ക് അബദ്ധത്തിൽ വീണപ്പോഴാണ് വൾക്കനൈസ്ഡ് റബ്ബർ കണ്ടെത്തിയത്. ഇങ്ങനെ ഗവേഷകർ അന്വേഷിച്ചതൊന്നായിരുന്നുവെങ്കിലും അവർ കണ്ടെത്തിയത് മനുഷ്യരാശിയെ മാറ്റിമറിച്ച മറ്റൊന്നായിരുന്നു. അത്തരത്തിലുള്ള ഏറ്റവും വിസ്മയിപ്പിക്കുന്ന യാദൃശ്ചിക കണ്ടെത്തലുകളിൽ ഒന്നാണ് എക്സ്റേ. 1895 നവംബർ 8 ജർമ്മനിയിലെ ഒരു ചെറിയ ലാബ്. രാത്രി വൈകിയും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ വില്യം കോൺറാഡ് റോൺജൻ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എക്സ്റേ കണ്ടെത്തുകയായിരുന്നില്ല. അക്കാലത്ത് ശാസ്ത്രലോകത്തെ ആവേശത്തിലാഴ്ത്തിയിരുന്ന കാഥോഡ് റേസിനെ പറ്റി പഠിക്കുകയായിരുന്നു അദ്ദേഹം. പുറത്തേക്ക് വെളിച്ചം ചോരാതിരിക്കാൻ ആ ഗ്ലാസ് ട്യൂബ് ഒരു കറുത്ത കടലാസ് കൊണ്ട് പൂർണ്ണമായും മൂടി, മുറിയും ഇരുട്ടിലാക്കി. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്ത നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു വിചിത്രമായ കാഴ്ച പതിഞ്ഞു. കുറച്ചകലെ മേശപ്പുറത്ത് കിടന്നിരുന്ന ബേരിയം പ്ലാറ്റിനോസയനൈഡ് പൂശിയ ഒരു സ്ക്രീൻ പച്ച നിറത്തിൽ തിളങ്ങുന്നു. റോൺജൻ ആദ്യം കരുതിയത് എവിടെയെങ്കിലും വെളിച്ചം ചോർന്നതാകാമെന്നാണ്. അദ്ദേഹം വീണ്ടും പരിശോധിച്ചു. ട്യൂബ് വീണ്ടും കൂടുതൽ നന്നായി മൂടി. പക്ഷേ പരീക്ഷണം ആവർത്തിച്ചപ്പോഴും സ്ക്രീൻ വീണ്ടും തിളങ്ങി. വെളിച്ചത്തിനെത്താൻ കഴിയാത്ത സ്ഥലത്ത് എന്തോ അദൃശ്യമായ ഒന്ന് എത്തിച്ചേരുകയാണ്. അടുത്ത ഏതാനും ആഴ്ചകൾ റോൺജൻ തൻ്റെ ലാബിൽ തന്നെ ഒതുങ്ങിക്കൂടി. പല വസ്തുക്കളും ഈ അദൃശ്യ കിരണത്തിന് മുന്നിൽ വെച്ച് പരീക്ഷിച്ചു. പേപ്പർ, മരം, തുണി തുടങ്ങിയവയെല്ലാം ഈ കിരണങ്ങൾ കടന്നുപോയി. എന്നാൽ ലോഹങ്ങളും എല്ലുകളും അവയെ തടഞ്ഞു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന ബെർത്തയുടെ കൈ ഈ കിരണങ്ങൾക്ക് മുൻപിൽ വെച്ചു. മറുവശത്ത് കിട്ടിയ ചിത്രത്തിൽ മാംസത്തിന് പകരം എല്ലുകളും വിരലിലെ മോതിരവും മാത്രമാണ് വ്യക്തമായി കണ്ടത്. മനുഷ്യ ശരീരത്തിൻ്റെ ഉൾഭാഗം ആദ്യമായി ലോകം കണ്ട നിമിഷമായിരുന്നു അത്. ആ ചിത്രം കണ്ട ഭാര്യ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ മരണം കണ്ടു. ഈ പുതിയ കിരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം റോൺജനും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മാത്തമാറ്റിക്സിൽ പൊതുവെ അജ്ഞാതമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന എക്സ് എന്ന അക്ഷരം ഉപയോഗിച്ച് അതിന് അദ്ദേഹം എക്സ്റേ എന്ന പേരിട്ടത്. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയുടെ തുടക്കം ആ യാദൃശ്ചിക നിരീക്ഷണമായിരുന്നു. റോൺജൻ കണ്ടെത്തിയത് ഒരു പുതിയ കിരണമായിരുന്നു. പക്ഷേ ആ കിരണങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഒരു എക്സ്റേ മെഷീനിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? എങ്ങനെയാണ് അവ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗം
ക്യാമറയില്ലാതെ കാണുന്നത്. ഇതിൻ്റെ പിന്നിലെ ഫിസിക്സ് ആദ്യ നോട്ടത്തിൽ സങ്കീർണമായി തോന്നുമെങ്കിലും ഒരിക്കൽ മനസ്സിലാക്കിയാൽ അതിശയിക്കാതിരിക്കാൻ കഴിയില്ല. അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഒരു ആറ്റം എന്താണെന്നും അതിൻ്റെ ചില അടിസ്ഥാന സവിശേഷതകൾ എന്താണെന്നും മനസ്സിലാക്കണം. നമ്മുടെ ചാനലിൽ പലതവണ പറഞ്ഞതുപോലെ ഒരു ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജില്ലാത്ത ന്യൂട്രോണുകളും ചേർന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിനു ചുറ്റുമായി പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് സഞ്ചരിക്കുന്നത്. ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും എവിടെയും സഞ്ചരിക്കുകയല്ല, അവ നിശ്ചിത ഊർജ നിലകളായ ഷെല്ലുകളിലാണ് നിലകൊള്ളുന്നത്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെല്ലിന് ഏറ്റവും കുറഞ്ഞ ഊർജമാണുള്ളത്. അതിനു പുറത്തുള്ള ഓരോ ഷെല്ലിലേക്കും പോകുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജം കൂടിക്കൊണ്ടിരിക്കും. ഇനി ഒരു പ്രധാന കാര്യം, പ്രകൃതിയിലെ എല്ലാ ഭൗതിക വ്യവസ്ഥകൾക്കും കഴിയുന്നത്ര കുറഞ്ഞ ഊർജമുള്ള കൂടുതൽ സ്ഥിരതയുള്ള അവസ്ഥയിൽ എത്താനുള്ള ഒരു സ്വാഭാവിക പ്രവണതയുണ്ട്. ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്കൊഴുകുന്നതും വായുവിലേക്ക് എറിഞ്ഞ കല്ല് തിരികെ ഭൂമിയിലേക്ക് വീഴുന്നതുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഉയർന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യൽ എനർജിയിലേക്കാണ് അവ മാറുന്നത്. ഈ മാറ്റത്തിനിടെ അധികമുള്ള ഊർജം പുറത്തു വിടുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇലക്ട്രോണുകൾക്കും ബാധകമാകുന്നത്. ഏതെങ്കിലും കാരണത്താൽ ഒരു ഇലക്ട്രോൺ ഉയർന്ന ഊർജമുള്ള ഷെല്ലിലെത്തിയാൽ അത് അവിടെ അധിക നേരം നിലനിൽക്കില്ല. കൂടുതൽ സ്ഥിരതയുള്ള താഴ്ന്ന ഊർജ നിലയിലേക്ക്, എനർജി ലെവലിലേക്ക് തിരികെ വരും. അങ്ങനെ താഴേക്ക് വരുമ്പോൾ രണ്ട് ഊർജ നിലകൾ, രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായ എനർജി ഒരു ഫോട്ടോണിൻ്റെ രൂപത്തിൽ പുറത്തുവിടും. ചില സാഹചര്യങ്ങളിൽ ഈ ഫോട്ടോൺ ദൃശ്യപ്രകാശമായിരിക്കും. ചിലപ്പോൾ അൾട്രാവയലറ്റോ എക്സ്റേയോ ആകാം. എക്സ്റേ രൂപപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന രഹസ്യം ഈ ചെറിയ പ്രക്രിയയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സ്റേ മെഷീൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് ഒരു സാധാരണ മെഷീൻ മാത്രമാണ്. പക്ഷേ അതിനുള്ളിൽ നടക്കുന്നത് അതിശയിപ്പിക്കുന്ന ഫിസിക്സാണ്. ഒരു എക്സ്റേ ട്യൂബിൻ്റെ പ്രധാന ഭാഗങ്ങൾ രണ്ടാണ്. ഒന്ന് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡ്, മറ്റൊന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡ്. ഇവ രണ്ടിനുമിടയിൽ പതിനായിരക്കണക്കിന് മുതൽ ലക്ഷക്കണക്കിന് വരെ വോൾട്ട് വരെ വൈദ്യുത പൊട്ടൻഷ്യൽ ഡിഫറൻസ് സൃഷ്ടിക്കും. മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ പ്രകൃതി അതിനെ സന്തുലിതമാക്കാൻ ശ്രമിക്കും. ഇവിടെ ആ സന്തുലനം ഉണ്ടാകുന്നത് ഇലക്ട്രോണുകളുടെ ചലനത്തിലൂടെയാണ്. ആദ്യം കാഥോഡിലുള്ള വളരെ നേർത്ത ടങ്സ്റ്റൺ ഫിലമെന്റിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു. ഒരു ബൾബിൻ്റെ ഫിലമെന്റ് ചൂടാകുന്നത് പോലെ ഇത് ഏകദേശം 2000 മുതൽ 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകും. ഈ ഉയർന്ന താപനിലയിൽ ടങ്സ്റ്റണിൻ്റെ ഉപരിതലത്തിലുള്ള ചില ഇലക്ട്രോണുകൾക്ക് ആറ്റത്തിൻ്റെ പിടിവിട്ട് പുറത്തു വരാൻ ആവശ്യമായ ഊർജം ലഭിക്കും. ഈ പ്രക്രിയയാണ് തെർമിയോണിക് എമിഷൻ എന്ന് ഫിസിക്സിൽ പറയുന്നത്. ഇപ്പോൾ ഈ സ്വതന്ത്ര ഇലക്ട്രോണുകൾ കാഥോഡിന് ചുറ്റും ഒരു നെഗറ്റീവ് ചാർജുള്ള ചെറിയ ഒരു ക്ലൗഡ്, മേഘം പോലെ രൂപപ്പെടും. അടുത്ത നിമിഷം കാഥോഡിനും ആനോഡിനും ഇടയിലെ അതിശക്തമായ വൈദ്യുത മണ്ഡലം, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ഇലക്ട്രോണുകളെ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് അതിവേഗത്തിൽ വലിച്ചിഴയ്ക്കും. സെക്കൻഡിൽ കോടിക്കണക്കിന് ഇലക്ട്രോണുകളാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അവയുടെ വേഗം പ്രകാശവേഗത്തിൻ്റെ 40 മുതൽ 60% വരെ ഉണ്ടാകും. പ്രകാശത്തിൻ്റെ വേഗത നമുക്കറിയാം, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. അതിൻ്റെ 60% എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഈ ഇലക്ട്രോണുകളുടെ ലക്ഷ്യം ആനോഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു ടങ്സ്റ്റൺ ടാർജറ്റാണ്. അതിലേക്ക് ഇത് ഫോക്കസ് ചെയ്യിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കഥ തുടങ്ങുന്നത് ആ ടാർജറ്റിൽ ഇവ ഇടിച്ചിടുന്ന നിമിഷമാണ്. കാരണം ഇവിടെ വെച്ചാണ് അതിവേഗ ഇലക്ട്രോണുകളുടെ ആ ഗതിയോർജം, കൈനറ്റിക് എനർജി എക്സ്റേ കിരണങ്ങളായി മാറുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ഒരു കാർ ഒരു കോൺക്രീറ്റ് മതിലിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ വലിയൊരു ഭാഗം ഒറ്റ നിമിഷം കൊണ്ട് ശബ്ദമായും ചൂടായും മാറും. കാർ ചിതറിത്തെറിക്കും. എക്സ്റേ ട്യൂബിലും ഇതുപോലൊരു സംഭവം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ കാറല്ല പായുന്നത്.
പ്രകാശവേഗത്തിനോടടുത്ത് സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളാണ്. ഇങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾ ആ ടങ്സ്റ്റൺ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് സമീപമെത്തുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ശക്തമായ വൈദ്യുത ആകർഷണ ബലം അവയുടെ ദിശയും വേഗതയും പെട്ടെന്ന് മാറ്റും. അങ്ങനെ പെട്ടെന്ന് വേഗത കുറയുമ്പോൾ നഷ്ടമാകുന്ന ആ ഊർജം, ആ കൈനറ്റിക് എനർജി ഒരു എക്സ്റേ ഫോട്ടോണായി പുറത്തു വരും. ഈ പ്രക്രിയയ്ക്ക് ജർമ്മൻ ഭാഷയിൽ ബ്രംസ്റ്റഹോൾം എന്നാണ് പേര്. ജർമ്മൻ ഭാഷയാണ് കേട്ടോ, നമ്മുടെ ഉച്ചാരണം ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അർത്ഥം ബ്രേക്കിംഗ് റേഡിയേഷൻ അഥവാ വേഗം കുറയുമ്പോഴുണ്ടാകുന്ന വികിരണം എന്നാണ്. മെഡിക്കൽ എക്സ്റേ മെഷീനുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എക്സ്റേകളിൽ ഏകദേശം 80 മുതൽ 90% വരെയും ഈ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇങ്ങനെ മാത്രമല്ല, മറ്റൊരു രീതിയിലും കൂടി എക്സ്റേ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇതാ നോക്കൂ, ഇതാണ് ഒരു എക്സ്റേ ട്യൂബ്, എക്സ്റേ ജനറേറ്റ് ചെയ്യുന്ന സംഭവം. ഇതാണ് ഈ പറഞ്ഞ ടങ്സ്റ്റൺ ഫിലമെന്റ്. സാധാരണ ബൾബിൻ്റെ ഒക്കെ ഫിലമെന്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ കൂടിയ, അതും ടങ്സ്റ്റൺ തന്നെയാണ്. ഇവിടെയും ടങ്സ്റ്റൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഫിലമെന്റ് ഇതിൽ കൂടെ വൈദ്യുതി പോകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചൂടായി ഇലക്ട്രോണ് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് രൂപപ്പെടും. ഇലക്ട്രോൺ പുറത്ത് ചാടും അതിൽ നിന്ന്. ഈ രണ്ട് ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇടയിൽ വളരെ വലിയ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ പൊട്ടൻഷ്യൽ കാരണം ഈ ഇലക്ട്രോണുകൾ ഇവിടേക്ക്, ഇവിടെ ഒരു ടങ്സ്റ്റൺ ടാർജറ്റ് ഉണ്ട്, ഈ ടാർജറ്റിലേക്ക് ഇത് അതിവേഗത്തിൽ ഇവിടേക്ക് ചെന്നിടിക്കും. ഇടിക്കുന്ന സമയത്ത് ഇടിച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ എക്സ്റേ വരും. ഈ ഇടിയുടെ ആഘാതത്തിൽ ഇതിൻ്റെ ഉള്ളിൽ എക്സ്റേ വരും. അപ്പോൾ ഈ ടങ്സ്റ്റൺ ടാർജറ്റിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എക്സ്റേ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കിതാ ഇവിടെ നോക്കാം. ഇതാണ് ഒരു അറ്റോമിക് സ്ട്രക്ചർ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇത് പ്രോട്ടോൺ, ഈ ചുവന്ന് കാണുന്നത് പ്രോട്ടോണുകൾ, പച്ച നിറത്തിൽ ന്യൂട്രോണുകൾ, ഇതിൻ്റെ ചുറ്റും പ്രോട്ടോണിൻ്റെ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ വിവിധ എനർജി ലെവലുകളിൽ. എനർജി ഇതാണ് ഏറ്റവും താഴ്ന്ന എനർജി ലെവൽ, ഇത് അടുത്ത എനർജി ലെവൽ, ഇത് ഏറ്റവും ഉയർന്ന എനർജി ലെവൽ. ഇങ്ങനെയാണ് നിൽക്കുന്നത് ഒരു സാധാരണ ആറ്റം, എന്തു ആയിക്കൊള്ളട്ടെ. ഇപ്പം ഈ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. ആ 2 ഇലക്ട്രോണേ അവിടെ കൊള്ളുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ 8. ഇപ്പം സപ്പോസ് ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ വേക്കൻസി വന്നു. അപ്പോൾ എന്ത് പറ്റും, ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ ഇവിടേക്ക് പോരും. ഇലക്ട്രോൺ പോരുമ്പം ഇത് കൂടിയ എനർജി ലെവലാണ്, ഇത് കുറഞ്ഞ എനർജി ലെവലാണ്. ഇങ്ങനെ പോരുമ്പോൾ ഒരു ഫോട്ടോൺ ഇവിടെ നിന്ന് പുറത്തേക്ക് വരും. ഇനിയിപ്പോൾ ഇവിടെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ഇവിടേക്ക് വരുമ്പോൾ ഇത്രയും വലിയ, വളരെ ഈ 2 ലെവൽ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കൂടുതലായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ഫോട്ടോണിൻ്റെ, അപ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി കൂടുതലായിരിക്കും. ഇത് ചിലപ്പോൾ വിസിബിൾ ലൈറ്റ് ആകാം, അല്ലെങ്കിൽ എക്സ്റേ ആകാം, എന്തുമാകാം. ഇത് എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ, ഇവിടെ കണ്ടില്ലേ, ഈ ഇലക്ട്രോൺസ് ഇവിടെ അതിശക്തമായിട്ട് വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. ഇലക്ട്രോൺ വന്ന് ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ന്യൂക്ലിയസിനോട് അടുത്തെത്തുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ വേഗത കുറയും. കാര്യം ഇതും ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെയും ഉണ്ട് സംഭവം. ഇവിടെയും ഈ ന്യൂക്ലിയസിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് റിയാക്ട് ചെയ്ത് ഈ പുറത്തു നിന്ന് വരുന്ന ഇലക്ട്രോണിൻ്റെ വേഗത അതിവേഗം കുറയും. അതായത് പാഞ്ഞു വരുന്ന ഒരു കാറ് പെട്ടെന്ന് അങ്ങോട്ട് ചവിട്ടിയാൽ എന്ത് പറ്റും, അവിടെ ഭയങ്കര ശബ്ദം കേൾക്കും, ചിലപ്പോൾ കാറ് മറിയൊക്കെ ചെയ്യും. എന്താണ്, അതിൻ്റെ എനർജി പുറത്തു വരുന്നത് അങ്ങനെയാണ്. അതേപോലെ ഇങ്ങനെ അതിവേഗതയിൽ വരുന്ന ഈ ഇലക്ട്രോണിൻ്റെ വേഗത ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് കുറയുമ്പോൾ അതിൻ്റെ ആ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ആ കൈനറ്റിക് എനർജി പുറത്തേക്ക് വരും. ആ കൈനറ്റിക് എനർജി പുറത്തേക്ക് വരുന്നത് എക്സ്റേ ആയിട്ടായിരിക്കും, എക്സ്റേ ഫോട്ടോൺ ആയിട്ടായിരിക്കും. ഇതൊരു മെത്തേഡ്. മറ്റൊന്ന്, ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺ, ഇങ്ങനെ പുറത്തു നിന്ന് വരുന്ന ഇലക്ട്രോൺ ഇവിടെ ഒരു ഇലക്ട്രോണിനെ ഇടിച്ചു, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കും, ഇടിച്ചങ്ങ് പുറത്തേക്ക് തെറിപ്പിക്കും. ആ പുറത്തേക്ക് തെറിപ്പിക്കുമ്പം
ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ വേക്കൻസി വരികയാണ്. ഈ വേക്കൻസിയിലേക്ക് ഉയർന്ന എനർജിയിൽ നിന്നുള്ള ഇലക്ട്രോൺ ചാടി ഇങ്ങോട്ട് പോരും. ആ ചാടി പോരുമ്പോഴും ഈ എനർജി ഡിഫറൻസിന് തുല്യമായ ഒരു എനർജി ഫോട്ടോൺ, ഒരു എക്സ്റേ ഫോട്ടോൺ അത് പുറത്തേക്ക് വിടും. ഇങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്റേ ഉണ്ടാക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഇതാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ എക്സ്റേ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. മെഡിക്കൽ എക്സ്റേ മെഷീനുകളിൽ ഈ രണ്ട് പ്രക്രിയകളും ഒരേ സമയം നടക്കുന്നുണ്ട്. ഇനി ഒരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. ടങ്സ്റ്റൺ ടാർഗറ്റിലേക്ക് അതിവേഗത്തിൽ പായുന്ന ഇലക്ട്രോണുകളുടെ ആ കൈനറ്റിക് എനർജിയുടെ ഏതാണ്ട് 99% എക്സ്റേ ആയി മാറുന്നില്ല. അത് ചൂടായി നഷ്ടപ്പെടുകയാണ്. വെറും 1% താഴെ എനർജി മാത്രമാണ് എക്സ്റേ ഫോട്ടോണുകളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റേ ട്യൂബ് വളരെ വേഗത്തിൽ ചൂടാകും. ആ ചൂട് ഫലപ്രദമായി പുറത്തു കളയാൻ പ്രത്യേക കൂളിംഗ് സംവിധാനങ്ങളും പല മെഷീനുകളിലും കറങ്ങുന്ന ടങ്സ്റ്റൺ ആനോഡും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇലക്ട്രോണുകളെ അതിവേഗത്തിലാക്കാൻ 10,000 മുതൽ ലക്ഷക്കണക്കിന് വരെ ഉയർന്ന വൈദ്യുത പൊട്ടൻഷ്യലും ആവശ്യമാണ്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ കാണുന്ന ഉയർന്ന ശേഷിയുള്ള എക്സ്റേ സംവിധാനങ്ങൾ ഇത്രയും വലുതും ശക്തവുമായിരിക്കുന്നത്. ഇന്ന് ചെറിയ പോർട്ടബിൾ എക്സ്റേ മെഷീനുകളും ഹാൻഡ് ഹെൽഡ് ദന്തൽ എക്സ്റേ ഉപകരണങ്ങളും ലഭ്യമാണെങ്കിലും ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ ഇമേജിങ്ങിന് ഇപ്പോഴും ശക്തമായ ഹൈ വോൾട്ടേജ് സംവിധാനങ്ങളും കാര്യക്ഷമമായ കൂളിംഗ് സിസ്റ്റവും അനിവാര്യമാണ്. റോൺജൻ ഈ പുതിയ കിരണങ്ങൾക്ക് എക്സ്റേ എന്ന പേര് നൽകിയത് അവ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗണിതത്തിൽ അജ്ഞാതമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എക്സ് എന്ന അക്ഷരത്തിൽ നിന്നാണ് ആ പേര് വീണത്. നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് എക്സ്റേയുടെ സ്വഭാവം നന്നായി അറിയാം. എന്നിട്ടും ചരിത്രപരമായ ആ പേര് ഇന്നും തുടരുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ എക്സ്റേ ഒരു പ്രത്യേകതരം വൈദ്യുത കാന്തിക വികിരണമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതായത് പ്രകാശം തന്നെയാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ദൃശ്യപ്രകാശം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഇരുവശങ്ങളിലും അനേകം തരത്തിലുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സ്പെക്ട്രം എന്ന് പറയുന്നത്. പല തരത്തിലുള്ളത് ഒരുമിച്ച് ചേരുന്നത്. ഒരറ്റത്ത് കിലോമീറ്ററുകളോളം തരംഗദൈർഘ്യമുള്ള വേവ് ലെങ്തുള്ള റേഡിയോ വേവ്സ്, തുടർന്ന് മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഒടുവിൽ ഏറ്റവും ചെറിയ വേവ് ലെങ്തും ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയും എനർജിയുമുള്ള ഗാമ റേസ്. ഇനി ഒരു പ്രധാന ചോദ്യം, എക്സ്റേ ഉപയോഗിച്ച് ശരീരത്തിനുള്ളിൽ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? ആദ്യം നമ്മൾ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുന്നത് എന്ന് ചിന്തിക്കാം. ഒരു വസ്തുവിൽ ദൃശ്യപ്രകാശം പതിക്കുകയും അതിൻ്റെ ഒരു ഭാഗം തിരിച്ചു വന്ന് നമ്മുടെ കണ്ണിലെ റെട്ടിനയിൽ ഒരു ചിത്രം രൂപപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയുന്നത്. പക്ഷേ പ്രകാശം തിരിച്ചു വരാതെ ആ വസ്തുവിലൂടെ നേരെ കടന്നുപോയാലോ? ഉദാഹരണത്തിന് വളരെ വൃത്തിയുള്ള ഒരു ഗ്ലാസ് ഡോർ. പലപ്പോഴും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് ഈ കാരണം കൊണ്ടാണ്. പ്രകാശത്തിൻ്റെ ഭൂരിഭാഗവും അതിലൂടെ കടന്നങ്ങ് പോകും. വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരുന്നത്. എക്സ്റേയും പ്രകാശം തന്നെയാണ്. പക്ഷേ നമ്മുടെ വിസിബിൾ ലൈറ്റിനേക്കാൾ ഊർജം വളരെ കൂടുതലായതിനാൽ അത് നമ്മുടെ ചർമ്മം, മാംസപേശികൾ, കൊഴുപ്പ് തുടങ്ങി മൃദുവായ കോശങ്ങളിലൂടെ വലിയ തോതിൽ കടന്നു പോകും. എന്നാൽ എല്ലുകളിൽ കാൽഷ്യം പോലുള്ള ഉയർന്ന അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ കൂടുതലായതിനാൽ അവ എക്സ്റേ ഫോട്ടോണുകളുടെ വലിയൊരു ഭാഗത്തെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് എല്ലുകളിലൂടെ കടന്നു പോകുന്ന എക്സ്റേയുടെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ മറുവശത്തുള്ള ഡിറ്റക്ടർ എവിടെയെല്ലാം കൂടുതൽ എക്സ്റേ എത്തി, എവിടെയാണ് കുറച്ചെത്തിയത് എന്ന വ്യത്യാസം രേഖപ്പെടുത്തുന്നു. കൂടുതൽ എക്സ്റേ എത്തിയ ഭാഗങ്ങൾ ഇരുണ്ടതായും കുറച്ച് മാത്രമേ എത്തിയുള്ളൂ എങ്കിൽ ആ ഭാഗം വെളുത്തതായും ചിത്രത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലുകൾ വെളുത്തും മൃദുവായ കോശങ്ങൾ ചാരനിറത്തിലും വായു നിറഞ്ഞ ലങ്സ്, ശ്വാസകോശം കൂടുതൽ ഇരുണ്ട നിറത്തിലും എക്സ്റേ ചിത്രത്തിൽ കാണുന്നത്. പക്ഷേ ഇത്രയും ഉയർന്ന എനർജിയുള്ള ഈ റേസ് ആണെങ്കിൽ എക്സ്റേ അപകടകരമല്ലേ? ഉത്തരം അതെ. പക്ഷേ
സാഹചര്യത്തെ ആശ്രയിച്ചാണ്. എക്സ്റേ ഒരു അയണൈസിങ് റേഡിയേഷനാണ്. അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ പറിച്ചു മാറ്റാൻ ആവശ്യമായ എനർജി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനുള്ള കോശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയിലെ ആറ്റങ്ങളെയും അതിലെ മോളിക്യൂൾസിനെയും അയണൈസ് ചെയ്യാൻ ഇതിന് കഴിയും. ചില സന്ദർഭങ്ങളിൽ ഇത് DNA കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. വളരെ വലിയ അളവിൽ എക്സ്റേ വികിരണം ലഭിച്ചാൽ ക്യാൻസറിൻ്റെ സാധ്യത പോലും വർദ്ധിക്കും. എന്നാൽ അതുകൊണ്ട് ഒരു സാധാരണ എക്സ്റേ പരിശോധനയെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം മെഡിക്കൽ എക്സ്റേയിൽ ലഭിക്കുന്ന റേഡിയേഷൻ്റെ അളവ് വളരെ കുറവാണ്. അതും ഏതാനും മില്ലി സെക്കൻഡുകൾ മാത്രമാണ് എക്സ്പോഷർ ഉള്ളത്. പരിശോധനയിലൂടെ ലഭിക്കുന്ന പ്രയോജനം അതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട സാധ്യതയേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ ആവശ്യമുള്ളപ്പോൾ മാത്രം എക്സ്റേ നിർദ്ദേശിക്കുന്നത്. അനാവശ്യമായി ആവർത്തിച്ച് എക്സ്റേ എടുക്കാറില്ല. ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ലെഡ് ഏപ്രൺ പോലുള്ള സംരക്ഷണ കവചങ്ങൾ ഉപയോഗിച്ച് മറയ്ക്കുകയും ചെയ്യും. കാരണം ലെഡിന് എക്സ്റേ കിരണങ്ങളെ ഫലപ്രദമായി തടയാൻ കഴിയും. ഓർക്കുക, എക്സ്റേ അപകടകാരിയാണോ എന്ന ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന ഒറ്റ വാക്കുത്തരമില്ല. വെള്ളം പോലും അമിതമായാൽ അപകടകരമാണ്. അതുപോലെ എക്സ്റേയും ശരിയായ അളവിലും ശരിയായ ആവശ്യത്തിനും ഉപയോഗിക്കുമ്പോൾ മനുഷ്യജീവൻ രക്ഷിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ്. ഒരു കാലത്ത് ഗർഭിണികൾക്ക് പതിവായി എക്സ്റേ എടുക്കാറുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഗർഭകാലത്ത് അത്യാവശ്യമല്ലെങ്കിൽ എക്സ്റേ ഒഴിവാക്കുകയോ ആവശ്യമായ സംരക്ഷണത്തോടെ മാത്രം ചെയ്യുകയോ ആണ് പതിവ്. ഗർഭിണികളിലും കുട്ടികളിലും എക്സ്റേ ചെയ്യേണ്ട സാഹചര്യം ഡോക്ടർമാർ കൂടുതൽ ശ്രദ്ധയോടെയാണ് വിലയിരുത്തുന്നത്. ഇനി പലർക്കുമുള്ള ഒരു സംശയം, എക്സ്റേയും ഗാമാ റേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ ഇവ രണ്ടും ഒരേ ഫാമിലിയിൽപ്പെട്ടവരാണ്. രണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് തന്നെയാണ്. രണ്ടും പ്രകാശവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. രണ്ടിനും വൈദ്യുത ചാർജ് ഇല്ല. നമ്മുടെ കണ്ണുകൾക്ക് കാണാനും കഴിയില്ല. പിന്നെ വ്യത്യാസം എവിടെയാണ്? അവ ഉണ്ടാകുന്ന സ്ഥലത്താണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണുകളുടെ ചലനത്തിൽ നിന്നോ അവയുടെ ആ എനർജി ലെവലുകളിലെ മാറ്റങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന റേസാണ് നാം എക്സ്റേ എന്ന് വിളിക്കുന്നത്. എന്നാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ തന്നെ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ നിന്ന് പുറത്തു വരുന്ന വികിരണമാണ് ഗാമാ റേ. അതുകൊണ്ട് എക്സ്റേയും ഗാമാ റേയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ ഊർജമല്ല, അവയുടെ ഉത്ഭവസ്ഥാനമാണ്. ഒന്ന് ഇലക്ട്രോണുകളുടെ ലോകത്തിൽ നിന്നാണ് വരുന്നത്, മറ്റൊന്ന് ന്യൂക്ലിയസിൻ്റെ ലോകത്ത് നിന്നാണ്. 1895 ആ രാത്രിയിൽ വില്യം കോൺറാഡ് റോൺജൻ തൻ്റെ ലാബിൽ അന്വേഷിച്ചത് എക്സ്റേ ആയിരുന്നില്ല. അദ്ദേഹം അന്വേഷിച്ചത് കാഥോഡ് കിരണങ്ങളുടെ സ്വഭാവമായിരുന്നു. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ചരിത്രം പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ അന്വേഷിക്കുന്നത് ഒന്നായിരിക്കും, പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് മറ്റൊന്നായിരിക്കും. ആ യാദൃശ്ചിക നിരീക്ഷണത്തിന് ഇന്ന് 130 വർഷത്തിലേറെ പഴക്കമുണ്ട്. എന്നിട്ടും ലോകത്തെവിടെയും ഒരാശുപത്രിയിലേക്ക് പോയാൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് തവണ ആ കണ്ടെത്തൽ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടിഞ്ഞ എല്ലുകൾ കണ്ടെത്താനും ന്യൂമോണിയ തിരിച്ചറിയാനും പല്ലുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും ശസ്ത്രക്രിയകൾ ആസൂത്രണം ചെയ്യാനും എക്സ്റേ ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ കണ്ണുകളിലൊന്നാണ്. ശാസ്ത്രം എന്നത് വെറും സമവാക്യങ്ങളോ പരീക്ഷണങ്ങളോ മാത്രമല്ല, ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാനുള്ള കഴിവാണ് ശാസ്ത്രം. ശരീരത്തെ മുറിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാമെന്ന് മനുഷ്യൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ഫിസിസിസ്റ്റിൻ്റെ, ഭൗതിക ശാസ്ത്രജ്ഞൻ്റെ കൗതുകവും ഒരു ചെറിയ നിരീക്ഷണവും ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഓരോ കണ്ടെത്തലും തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഓരോ ചോദ്യത്തിനും പിന്നിൽ ഒരു പുതിയ ലോകം ഒളിഞ്ഞിരിക്കുന്നു. ആ ലോകത്തെ ഒരുമിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിഷയങ്ങൾ ലളിതമായി അറിയാൻ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി
വീണ്ടും കാണാം. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, ശാസ്ത്രത്തെ സ്നേഹിക്കൂ. നന്ദി, നമസ്കാരം.